ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ റെഡിയായി കല്യാണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണേ. ആദ്യം തന്നെ കയറി ചെല്ലുന്നിടത്ത് നമുക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കുടിച്ച് പതിയെ അകത്തോട്ട് കയറാം. നമ്മുടെ ഈ പോയേക്കുന്ന പറവൂർ ക്യൂൻസ് എന്ന് പറയുന്നൊരു ഹോളിലോട്ടാണ് നമ്മൾ പോയേക്കുന്നത്. ഞാനുണ്ട്, ഞുഞ്ഞുണ്ട്. വേണം ഞാനും ഞുഞ്ഞു. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഈ ഡ്രസ്സ് ഞാൻ എടുത്തേക്കുന്നത് തായ് സിൽക്സിൽ നിന്നാണ്. അവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ, നല്ല കളക്ഷൻസ് കിട്ടും. നമ്മൾ പിന്നെ കൂടെ പോയേക്കുന്നത് അക്കു ആൻഡ് ഫാമിലി ആയിട്ടാണ്. രശ്മി ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ചേച്ചി ഉണ്ട്, അമ്മയുണ്ട്, ഞുഞ്ഞുണ്ട്, അക്കുവാവയുണ്ട്. എല്ലാവരും കൂടെ ഇരുന്ന് കല്യാണം കാണാനായിട്ടിരിക്കുക. ചെറുക്കനും പെണ്ണും ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അങ്ങനെ നല്ല വെയിറ്റിംഗ് ആണ് ചെറുക്കനും പെണ്ണിനെ കാണാൻ. പിന്നെ എന്താണ്ടേ, എൻ്റെ ഫൈനൽ മേക്കപ്പ് ഇതായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ഞാൻ ഒരുങ്ങിയത്. ഇങ്ങനെയായിരുന്നു ഞാൻ ഒരുങ്ങി ഇറങ്ങിയത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അവനാണെങ്കിൽ അപ്പുറത്ത് നിന്ന് പിള്ളേരുമായിട്ട് കളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരെന്ന് പോലും അറിയില്ല. അവനെന്നാലും ആ പിള്ളേരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഹായ് ചേച്ചി, ഹലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ആ പിള്ളേരുടെ കയ്യിലൊക്കെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പിള്ളേർ രണ്ടുപേരും കൂടെ കൂടിയാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ളതല്ലേ. അപ്പം വേണ്ട, പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കല്യാണ സ്റ്റേജ് അടിപൊളിയായിരുന്നു. അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സിമ്പിൾ ഡെക്കറേഷനായിരുന്നു. രാമൻ്റെയും സീതയുടെയും കല്യാണത്തിൻ്റെ ഇതൊക്കെയാണ് വരച്ചേക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം, അടിപൊളി കല്യാണമായിരുന്നു. പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ പറന്നിറക്കാൻ പോവാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞുഞ്ഞു പാട്ടിട്ടപ്പം ഞുഞ്ഞും അക്കുവാവയും കൂടെ അങ്ങോട്ട് തുള്ളാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ എൻജോയ് ചെയ്യുകയാണ്. ഞാൻ അപ്പോൾ പിള്ളേർ കളിക്കണ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ അക്കുവാവ കൈകൊട്ടി പാട്ട് പാടാൻ തുടങ്ങി. ഞുഞ്ഞു തന്നെ ഡാൻസ് കളിക്കുന്നത്. ഞുഞ്ഞിന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. ഞുഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് ഇതാക്കി. പിന്നെ അമ്മമ്മയോട് അതാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ അച്ഛമ്മേനൊക്കെ അറിയാം, അവൻ അമ്മമ്മയെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തന്നെ ഞുഞ്ഞു കരയാൻ തുടങ്ങും. ഞുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത്. അവൻ കല്യാണത്തിന് റെഡിയായി വന്നേക്കുവാണ്. ഇന്നലെ രാത്രി മുതലേ കല്യാണത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആകാശം ഇതായിട്ടിരിക്കുകയാണ്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിവായി കഴിഞ്ഞ് ഞാനൊരു കല്യാണത്തിന് കൊണ്ടുവരുന്നത്. അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം കേട്ടോ. അങ്ങനെ അക്കുവയുടെ ഡാൻസ് ഉണ്ടോ? നിങ്ങൾ വേണ്ട ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങും. താഴെ വീഴുന്നൊക്കെ പറഞ്ഞാൽ അവനെ അച്ഛമ്മ പേടിപ്പിക്കുക. പക്ഷെ എന്നാലും കൊച്ചവിടെ കേൾക്കാം. കൊച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ വീണ്ടും അതിന് വിചാരിച്ച് എൻ്റെ ഫേസും കൂടെ നിങ്ങളെ കാണിച്ചേക്കാമെന്ന്. എൻ്റെ അക്കുവാവ തന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞുഞ്ഞിനെ ഞാൻ പിടിച്ച് എൻ്റെ അടുത്ത് ഇരുത്തി. അതാണ് വേണ്ട, അമ്മച്ചനും അമ്മയും കൂടെ പറന്നിറക്കുന്നു. ഞുഞ്ഞിനെ ഞാൻ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി ഇതാക്കി ഇരുത്തിയേക്കുവാണ്. ഇപ്പം ഞുഞ്ഞു കരയാൻ തുടങ്ങും. അവൻ്റെ ചെറുക്കനും പെണ്ണും വരുമ്പോൾ അവൻ്റെ പൂക്കൾ ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ട് അവർ. അത് കേൾക്കുമ്പോൾ ഇവൻ കരയാൻ തുടങ്ങും. ഞുഞ്ഞു ആക്ഷൻ ഇടുവാണ്. രശ്മി ചേച്ചി എഴുന്നേറ്റ് അപ്പുറത്തോട്ട് പോവുകയെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ അടുത്തോട്ട് രശ്മി ചേച്ചി പോകാതെ പെണ്ണിനെയും ചെറുക്കനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള താലപ്പൊരിയൊക്കെ ആയിട്ട് പിള്ളേർ പോവുകയാണ്. ചെറുക്കനിപ്പോൾ വരും, നമുക്ക് കാണാം. ചെറുക്കനുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ ചെറുക്കനെ കൊണ്ടുവരികയാണ്. ചെറുക്കനെ കാണാൻ അത്യാവശ്യം അടിപൊളിയായിട്ടോ. പെണ്ണിനെ കാണാനും കൊള്ളാം. കഥകളിയും ഒക്കെ ആയിട്ടാണ് ചെറുക്കനെ കൊണ്ടുവരുന്നത്. പെണ്ണിനെ ഈ സെയിം തന്നെ ടീമിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. കൊള്ളാം അല്ലേ? അടിപൊളിയായിട്ടില്ലേ? നിങ്ങളുടെ നാട്ടിലെ കല്യാണം എങ്ങനെയാണെന്ന് പറയണേ. ആലുവയിലെ കല്യാണം മിക്കതും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇത് ഹിന്ദുസിൻ്റെ കല്യാണമാണേ. ഞാൻ പോയത് ഹിന്ദുസിൻ്റെ കല്യാണത്തിനാണേ.
ചെറുക്കൻ കയറുവാണ് മണ്ഡപത്തിലോട്ട്. ചെറുക്കനെല്ലാവരും നോക്കി ഒന്ന് ചിരിക്കുക. ചെറുക്കൻ നല്ല ചമ്മലൊക്കെ ഉണ്ട്. ചെറുക്കൻ കയറാനായിട്ട് പോകുന്നു. എല്ലാവരോടും ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചെറുക്കൻ തന്നെ കയറുന്നു. നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. ഇനി വേണ്ട അവർ തന്നെ പോയി പെണ്ണിനെ കൊണ്ടുവരാൻ പോവുകയാണ്. ചെറുക്കൻ കയറി മണ്ഡപത്തിലിരുന്നു. വേണ്ട പെണ്ണിനെ കൊണ്ടുവരുന്നു. പെണ്ണിനെ സെയിം ടീമിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അവർ. പെണ്ണ് വരുന്ന കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഈ പെണ്ണിൻ്റെ ആങ്ങളെയാണ് ഒരു സൈഡിൽ, വൈറ്റ് ഇട്ടേക്കുന്ന പെണ്ണിൻ്റെ ആങ്ങളെയാണ്. പെണ്ണ് നടുക്കുണ്ട്, ഒരു ചെറിയ പെണ്ണാണ്. അമ്മ കൂടെ നടപ്പുണ്ട്, പുറകിൽ അമ്മയും നിൽപ്പുണ്ട്, അച്ഛൻ അപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ കഥകളിക്കാരുമൊക്കെ ആയിട്ട് പെണ്ണും വരുന്നു. നല്ലൊരു പാട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് കയറുന്നതുകൊണ്ട് ഞാൻ ആ പാട്ട് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. അടിപൊളി ഒരു പാട്ടായിരുന്നു പെണ്ണ് വരാൻ നേരത്തിട്ടിരുന്നവർ. കൊറോണയുടെ ടൈമിലായിരുന്നു നമ്മുടെയൊക്കെ കല്യാണം ഇതുപോലൊക്കെ തന്നെ. നല്ല ഉറക്കം വരുന്നുണ്ട്, അതാണ് ഇടയ്ക്ക് മൈക്കോട്ട് വരുന്നത്. കുറേ ദിവസമായിട്ട് ഈ വീഡിയോ കിടക്കാൻ നിർത്തി. എൻ്റെ മടി കാരണം എനിക്കത് ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്ത് ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എഡിറ്റ് ചെയ്യാനിരുന്നതാണ്. പെണ്ണിനെ തന്നെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണും ചെറുക്കനും കൂടെ നല്ലൊരു ലുക്കൊക്കെ വിടുന്നുണ്ട്. അങ്ങനെ പെണ്ണും കയറി മണ്ഡപത്തിലിരുന്നു. ഞാൻ ഇവരുടെ വീഡിയോ എടുത്തായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഞങ്ങളെല്ലാവരും കൂടെ. ഇത് രശ്മി ചേച്ചിയാണ്, പിന്നെ ഞാനും രശ്മി ചേച്ചിയും കൂടെ ഉള്ള ഫോട്ടോസാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീഡിയോ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഫോട്ടോസ് എല്ലാം നിങ്ങൾ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഒരു പ്രചോദനം ആകത്തുള്ളൂ. അപ്പം ബൈ ഫ്രം